ഫുഡ് കഴിക്കുന്ന ടൈമാണ്, ഇപ്പൊ എന്റെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ അവർക്ക് അതേ രീതി സെൻസ് ചെയ്യണമെന്നില്ല. അവരുടെ ബോഡിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ പ്രോപ്പർ സെൻസിലേക്ക് അവർക്ക് മനസ്സിലാവില്ല. അപ്പം അവർ വേറെ രീതിയിലായിരിക്കും അതിന്റെ റിയാക്ഷനിലേക്ക് കാണിക്കുക. എക്സസൈസുകളിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് വിടാം. പക്ഷെ ഓൾവേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഹാപ്പി മൈൻഡോട് നോക്കി മാത്രമാണ് നമ്മുടെ ടെൻഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കാണിക്കുന്ന ഒരു കാര്യം. സോ അവിടെ അവർക്ക് എത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ ചില സമയത്ത് പറ്റും, പക്ഷെ ചില സമയത്ത് അവർ പല ആക്ഷൻസ് ആയിരിക്കും കാണിക്കുക. ചില സമയത്ത് ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ജമ്പിങ് കാണിക്കാം, ചില സമയത്ത് കൈകളിൽ ഇങ്ങനെ മടക്കി വരാം, ചില സമയത്ത് റോളിങ് വരാം. അതായത് പല ബോഡി അതിനോട് വേറെ രീതിയിൽ അത് എപ്പോഴേക്കും റോളിങ് വരും. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വായുമായിട്ട് ഒരു റിലേറ്റഡ് കാണില്ല അല്ലെ? ഇപ്പൊ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കി കഴിയുമ്പോൾ ഈ ഒരു ആക്ഷൻ നമ്മളൊരു വായുവിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ഒരു സ്മൈൽ പോലെ ചെയ്തിട്ട് ഒരു കൈ ഇങ്ങനെ കാണിച്ചൊരു ആക്ഷൻ വരാറില്ല. അതായത് അവൾ എന്തെങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കാൻ നോക്കി കഴിയുമ്പോൾ അവർക്ക് പറ്റാതെ വരുമ്പോൾ അവളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആയിട്ട് വേറൊരു സിസ്റ്റത്തിനെ കൂടെ ഹെൽപ്പ് ചെയ്യും. എത്ര നേരം, ഇപ്പൊ ഒരു 45 മിനിറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 hour ഗ്യാപ്പ് ആയിക്കോട്ടെ, എന്നോട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കമ്പനി ചില സമയത്ത് ചിലപ്പോൾ നമ്മളിപ്പോ ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡീപ്രഷൻ കൊടുക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചില